നിങ്ങളവിടുത്തെ മാർക്കറ്റ് പോയോ? കുന്നോളം മാർക്കറ്റ് ഞാൻ 5 മണിക്ക് രാവിലെ പോയി. ആ മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ട സങ്കടം തോന്നും. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തൊരു ഗവൺമെൻറ്, അത് തൂത്തെറിയണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കും. ഒരു തർക്കമില്ലല്ലോ. ഈ പ്രവർത്തകരുടെ ആവശ്യം കാണുമ്പോൾ 100% ഉറപ്പായിട്ടാണ്. ഇപ്പം മത്സരിക്കുന്നത് മുൻ മന്ത്രിയോടാണ്. ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? എൻ്റെ കൈകൾ ശുദ്ധമാണ്. എൻ്റെ കൈകൾ ശുദ്ധമാകുമ്പോൾ എനിക്കെന്തിനാ ടെൻഷൻ? മന്ത്രി എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ മുൻ MLA എന്നുള്ളത് അതൊന്നുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പല്ലേ, ഇത് മന്ത്രി MLA അല്ലൊരു വിഷയമാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ ചർച്ചയ്ക്ക് വരുന്നത്. അതല്ലേ ശബരിമല കൊള്ള മുതൽക്കുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള, ഇവിടെ കുട്ടികളിലെ രാസലഹരി വിൽപ്പന അടക്കം, അങ്ങനെ പൊതുസമൂഹത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു. ആ മന്ത്രിസഭയിൽ മന്ത്രി തന്നെയല്ലേ മലപ്പുറം ജില്ലയിൽ വർഗീയവാദികളാണെന്ന് പറഞ്ഞ് അവിടെ ജയിച്ചവരൊക്കെ ഒരു സമുദായത്തിന്. അപ്പോൾ ഒരു മന്ത്രിസഭയിൽ ഇരുന്നിട്ട് തന്നെ ഇവിടെ സാമുദായികമായി ചേരിതിരിവുണ്ടാക്കുക, അങ്ങനത്തെ അവർ ഇനി തുടരാൻ ഇവിടുത്തെ ജനം സമ്മതിക്കും. അത് അനുഭവിക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം തന്നെയാണ്. പൊതുവെ ഇപ്പോൾ ജനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് അവരുടെയൊക്കെ ഒരു മറുപടി താങ്കളെ കാണാം? അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഇത് തിരിച്ചു പിടിക്കുമെന്ന് ജനം പറയുന്ന ഒരു മാറ്റം വേണം. ആ മാറ്റം വേണമെന്ന് ഞാൻ കുന്നോളം മാർക്കറ്റിൽ പോയി. ആ മാർക്കറ്റിലെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പറയാം. നിങ്ങളവിടുത്തെ മാർക്കറ്റ് പോയോ? കുന്നോളം മാർക്കറ്റ് ഞാൻ 5 മണിക്ക് രാവിലെ പോയി. ആ മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ട സങ്കടം തോന്നും. ഇപ്പം തന്നെ അവിടെ ഈ വണ്ടിയിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ചു പോകാൻ സ്ഥലമില്ല. അവിടെ മഴക്കാലത്ത് ബൂട്ട്സ് ഇട്ട് നടന്നാൽ പോലും ചോറിയും ചിരങ്ങും വന്നിട്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് നിന്ന് പണിയെടുക്കാൻ പറ്റുന്നില്ല. ചോറിയും ചിരങ്ങും ആവുക. അവർ രാവിലെ 4:30 മണിക്ക് അവർക്ക് വന്നാൽ ഒരു ശൗചാലയം അവിടെ ഉണ്ടാക്കാൻ ഇതുവരെ ഇവിടെ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു കിണറുണ്ട്, അത് ശുദ്ധീകരിച്ച് ഇവർക്ക് കൈകൾ കഴുകാനുള്ള ഒരു മോട്ടറും വെച്ച് 4 പൈപ്പ് ഫിറ്റ് ചെയ്യാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ട്. ആ കിണർ നിങ്ങൾ വീഡിയോ ഒന്ന് പോയി കാണണം, ചാനലൊന്ന് പോയി കാണണം. അത്രയും മോശമായ മാലിന്യ ജനമുള്ള ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് ആ സാധുക്കൾ കാലും കയ്യും കഴുകുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തൊരു ഗവൺമെൻറ്, അത് തൂത്തെറിയണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കും. യുവാക്കളാണ് കൂടുതൽ വോട്ടുണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ് രാസലഹരി അടക്കമുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ മുന്നിൽ വെക്കാനുള്ളത് എന്താണ്? ആ യുവാക്കളെ അടക്കം മോചിപ്പിക്കാൻ അവർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ മര്യാദയ്ക്കുള്ള വിദ്യാഭ്യാസം ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലർ വയ്ക്കുമ്പോഴത്തേനും ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറയാം. എത്ര വർഷമായി യൂണിവേഴ്സിറ്റികളൊക്കെ ഓരോ നിലയിൽ പോകുന്നത് അല്ലേ? UDF ഭരിക്കുമ്പോൾ അങ്ങനത്തെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് സൗകര്യമായി പഠിക്കാമായിരുന്നില്ലേ? ഇപ്പം കുട്ടികൾ അന്യ സംസ്ഥാനത്തും ദേശത്തേക്ക് പറക്കല്ലേ? അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് ഇവിടുത്തെ യുവാക്കളും ആഗ്രഹിക്കുക. ഇവിടുത്തെ ഇപ്പോഴത്തെ MLAക്ക് വോട്ട് ചെയ്തത് 18 വയസ്സായ കുട്ടികൾക്ക് 28 വയസ്സാണ്. അവർക്ക് കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളായിരിക്കുക അല്ലേ? 10 കൊല്ലമല്ലേ? ഇടതുപക്ഷത്തിന് ഇവരിവിടെ കുന്നോളത്ത് നിന്ന് ജയിപ്പിച്ചിട്ട് കുറേ കാലമായില്ലേ? അപ്പോൾ 2 ജനറേഷൻ മാറി വരികയല്ലേ? അപ്പോൾ ആ പുതിയ തലമുറയോടും കുന്നോളത്തിനെ മോചിപ്പിക്കണം, കേരളത്തെ മോചിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാൻ. ഭരണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മത്സരരംഗത്ത്. ഭരണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഭരണം പിടിച്ചെടുക്കുന്നുള്ളതിന് യാതൊരു തർക്കമില്ലല്ലോ. 100-ൽ കുറയാത്ത സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? വനിതകൾക്കായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ? വനിതകളല്ലേ ഇതിൻ്റെ എല്ലാം. നമ്മളിപ്പോൾ ബസ് സർവീസ്, KSRTC, വനിതകൾ എവിടുന്ന് കൈ കാണിക്കുന്നു അവിടെ ബസ് നിർത്ത്. ആ വനിതകൾക്ക് അതിൽ ഫ്രീ യാത്ര. അവർ പറയുന്നിടത്ത് നിർത്ത്. ഇറങ്ങി പോകുമ്പോൾ അവരോട് താങ്ക് യു പറയുക, അല്ലെ ഗുഡ് ആഫ്റ്റർനൂൺ. അത്ര സൗമ്യമായി പെരുമാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ഗ്യാരണ്ടികളും വനിതകൾക്ക് കൊടുക്കില്ലേ? വേറെ ആർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുക? എരമംഗലത്ത് നിന്ന് കുന്നംകുളത്തേക്ക് വന്നിരിക്കുകയാണ്. ആൾക്കാരുടെ ഒരു സ്വീകരണം എങ്ങനെയാണ് കാണുമ്പോൾ? ഞാൻ എരമംഗലത്ത് നിന്നല്ലേ വന്നിട്ടുള്ളൂ.
എന്നെക്കാളും ദൂരമുള്ളവരല്ലേ പലരും ഇവിടെ ഒന്ന് ജയിച്ച് അല്ലേ? സംശയമുണ്ട്. എനിക്ക് 20 മിനിറ്റ്, എൻ്റെ എതിരാളിക്ക് എത്ര മിനിറ്റ് വേണം? എന്താ മോനെ പറയും. അപ്പം ഏതടുത്ത്? അല്ല അപ്പൊ പൊതുവെയുള്ള സ്വീകരണം എങ്ങനെയാണെന്ന് നല്ല സ്വീകരണം. കാരണം സ്നേഹം ഭയങ്കര. കാരണം എൻ്റെ അച്ഛൻ പഠിച്ചത് ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്, ഞാൻ പഠിച്ചത് ബദനിയിലാണ് 3ാം ക്ലാസ്സിൽ, പിന്നെ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചത്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തലപ്പള്ളി താലൂക്ക് യൂണിറ്റ് KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഞാൻ തൃശ്ശൂർ ജില്ല KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ കുന്നംകുളമായിട്ട് എനിക്ക് കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധം, എൻ്റെ അച്ഛനുമായിട്ട് കുറേ ബന്ധങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ആ ബന്ധമൊക്കെ ഇപ്പം എനിക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. അതൊക്കെ തന്നെയാണ് ജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയും. നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് കുന്നംകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ PT അജയ് മോഹൻ മത്സര രംഗത്ത് തയ്യാറെടുത്തിട്ടുള്ളത്.